ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു കണ്ണൂർ കോക്ടെയിലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. കണ്ണൂരിൻ്റെ സ്പെഷ്യലാണ് ഈ ഒരു റെസിപ്പി. പാർട്ടികളിലും ഇപ്പോഴത്തെ ചൂടിനൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്നും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് ഞാനൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള ക്യാരറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 5 പേർക്കൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ക്യാരറ്റൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിതാ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂടൊക്കെ പോയതിന് ശേഷം. ഇനി ആ ഒരു അളവിൽ തന്നെ നമ്മളിതാ നല്ലൊരു പപ്പായ പഴുത്തതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരു 4-5 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സർ ജാറിൽ വന്നിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കട്ട പാലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂണോളം ഐസ്ക്രീം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഐസ്ക്രീമൊക്കെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അത്രയും ടേസ്റ്റ് തന്നെ ഉണ്ടാവുക കേട്ടോ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന്. അപ്പോൾ ഇതും കൂടി ഇനി നന്നായിട്ട് നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഞാൻ പിന്നീട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, മിക്സാക്കി വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ കുറച്ച് അനാറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സർ ജാറിൽ അടിച്ചതിന് ശേഷം ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എത്ര കട്ടി വേണ്ടതിനനുസരിച്ചുള്ള പാലൊക്കെ ഒഴിച്ചൊന്ന് മിക്സാക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പപ്പായും പിന്നെ ക്യാരറ്റും എടുക്കുമ്പോൾ ഒരേ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് എത്ര മധുരം വേണ്ടതനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ നമ്മൾ മധുരമൊക്കെ നോക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതേ ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് അനാറിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നട്ട്സ് വേണമെങ്കിൽ ഇതിൻ്റെ മേലിട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മീതെയായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ഡ്രിങ്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഈ നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബൈ.